ഗുഡ് മോർണിംഗ് സർ. ആ എന്താടാ തീർന്നോ നിന്റെ സസ്പെൻഷനൊക്കെ? സർ പക്ഷേ പോസ്റ്റിംഗ്. ആ സർ സാർ സാർ ഫോൺ. സാർ നരേന്ദ്രൻ, Where the hell are you? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തരവഴി കാണിച്ചിട്ട് വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു. കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് സാർ. എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ 48 കഴിഞ്ഞില്ലല്ലോടാ കൊച്ചിയിലോട്ട്. എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം സൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ, അതും പബ്ലിക് റോഡിലിട്ട്. എടാ ഇങ്ങോട്ട് നോക്കാൻ. ആർ യു നോട്ട് അഷേംഡ് യു ഇഡിയറ്റ്? സാർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെന്ന്. സാർ സാറിന് അറിയില്ലേ നാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ ആർ യു നോട്ട് അഷേംഡ്? തർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ്. സാർ പ്ലീസ് വേണ്ട സാർ, എനിക്ക് വേണ്ടി സാർ നാണം കിടാൻ നിൽക്കണ്ട. ഇന്ന് ആരുടെ കൊമ്പിൽ ആഹാ തൊട്ടുപോലവനെ. സോറി സാർ. അവന്റെ ഒരു സോറി. ജയ് സാർ. നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. സാർ നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. സാർ സാർ പെട്ടി ടേക്ക് ഇറ്റ്. സാർ ടേക്ക് ഇറ്റ് ഐ സെറ്റ്. രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ടാൻ. ഖനമുണ്ടോടാ? എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനമുണ്ടോന്ന്. നിന്റെ വായിൽ എന്താണ്? സാർ അങ്ങോട്ട് പിടിച്ചു നോക്ക് കനമുണ്ടോ. ഒറ്റ ആ ബട്ടൺ ഇടറോ. ഇപ്പൊ എങ്ങനെയാടാ പതിവുണ്ടോ? ബോംബിറ്റ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു 4 എണ്ണം. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്താടാ സാറ് സാറിന്റെ പണി നോക്ക് സാറേ. ആ പെട്ടി അങ്ങോട്ട് വെക്കടാ. ആ തുറക്ക്. നിനക്കാ? എനിക്ക് വേണ്ട. അങ്ങോട്ട് പിടിക്കടാ. എടാ കുപ്പിയാ, നല്ല മെക്സിക്കൻ ഡ്രിങ്ക്. മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിഞ്ഞതാക്കി. അതിന്റെ പേരെന്തുവാ? ഷക്കീലിയോ? ഷക്കീല അല്ല ഷക്കില. അതൊക്കെ നല്ല നിശ്ചയമാ. എന്റെ ഷാഹിനാമോള് ലാസ്റ്റ് മന്ത് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നരിയങ്കളിന് തരാൻ. നീ കണ്ണൂരായിരുന്നത് കൊണ്ട് അവക്ക് നേരിട്ട് തരാൻ പറ്റിയില്ല. എന്നാടാ പിടിക്ക്. എനിക്ക് വേണ്ട. എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും വിളിച്ചില്ലേ നിങ്ങൾ? ഞാനൊന്നും പറയുന്നില്ല. പതുക്കെ ഡിജിയാ ഒന്ന് എടുത്തോട്ടെ. ഹലോ. ആ കൂടെ സാർ ഷിഹാബുദ്ദീൻ. ഇല്ല സാർ, ചെവിക്ക് പിടിച്ചുകൊണ്ടുവന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അയ്യോ സാർ അത് വേണ്ട. ഇദ്ദേഹം ഈ ലോ റാങ്കുള്ള ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച് ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ. സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ 9 എണ്ണം തിരിച്ചു വിളിക്കും. നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ. സാർ ബോധർ ചെയ്യണ്ട, ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ. വിളിച്ചോളാം സാർ. ഓ ഇതാണ് പറയുന്നത്. തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട്ട് കെട്ടിവെക്കരുതെന്ന്. എടാ ഏതെങ്കിലും ഒരു DG ഒരു ACയെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ? അയ്യേ. ഇനി കുറച്ച് കഴിയുമ്പോ CMന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും. എന്താ സംഭവം, എന്ത് നടപടി എടുത്തു എന്നറിയാൻ. ഞാനെന്തു പറയണം? അല്ല എന്താ പറയേണ്ടത്? പിന്നെ ഞങ്ങൾക്ക് ഒരു പണിയില്ലേ? എന്താടാ? സാർ CMന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന്. നരി നീ പൊത്ത് മേടിക്കും കേട്ടോ. ഇന്നാ കമ്പിളി കണ്ടം ജോസ്. എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ്. നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം. കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട്. യു വിൽ റിപ്പോർട്ട് ടു മീ. നരി ഒന്ന് നിന്നേടാ. എടാ പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന്. പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നൊന്നുമല്ല.
രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു. സാറ് പോരാൻ നേരത്ത് മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു. മറക്കാതെ എടുത്തു തരാൻ ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചു. അതല്ലേ സത്യം? അപ്പൊ അവള് വിളിച്ചായിരുന്നോ നിന്നെ? എന്റെ അറാം പറഞ്ഞോള്? ഇല്ല സർ, സാറിന്റെ അറാൻ പറഞ്ഞോളൂ, എന്റെ അറാൻ പറഞ്ഞോളൂ വിളിച്ചിരുന്നു. താങ്ക് യു സർ. എടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ എന്താ പരിപാടി? അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട്? വേണ്ട സർ, ആണ്ടിൽ 4 പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടുന്നതിന്റെ ഭാര്യയ്ക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും ഒഴുക്കില്ല. എടാ, ഇതെന്റെ തീരുമാനമല്ല, അവളുടെ തിരിച്ചറിവാണ്. ഷീ ഹാസ് ക്വിറ്റ്. ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്നെ സർവീസിന് ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം. എന്നാലേ പാവം അവൾക്ക്. നിർത്തടാ, അറം പറ്റുന്ന വർത്താനം പറയും. എടാ, തോമസ് ആന്റണി, നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അവൻ നിന്നെ വിളിച്ചോളൂ. ഓരോരോ സാറൊപ്പിക്കുന്ന പണി മാത്രം കെട്ടുന്ന വിട്ടപ്പം ബാറ്ററി പോക്കാണ് സർ. ചവിട്ടിയേൽപ്പിച്ച് നോക്കി, എടുക്കുന്നില്ല. ആരാന്ന് വെച്ചാൽ നോക്കാൻ പറ. അതായത് വീട്ടിലെത്തിച്ചേ. ഓട്ടോ വിളിച്ചോ. എന്നാൽ കണ്ണൂരിൽ നിന്ന് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലല്ലോടാ നീ. എന്നെ പറ്റിയടാ സാർ. ആക്ച്വലി പറയടാ. സാർ, ഐ മീൻ ഉത്തം ബാറ്ററി കിടന്നായിരുന്നു സാറേ. ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മറ്റേ DVSP സെബാസ്റ്റ്യൻ സാറ് അത് ഊരിയിട്ട് പുള്ളിയുടെ സ്വന്തം വണ്ടിയെ പിറ്റി. അത്രേ ഉള്ളൂ. നീ ഒരു പണി. എന്തോ? നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാർ അറിയില്ലേ? അയ്യോ സാറേ, എടാ, നോർത്തിലെ ഒമേഗ ബാർ. നിനക്ക് ഓർമ്മയില്ലടാ? എടാ, തേരട്ട സഹദേവൻ, വ്യാജമദ്യം, പണ്ടൊരു 5-6 പേരുടെ കണ്ണുപോയ കേസ്. എടാ, അന്ന് നീ അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ 3-4 റിപ്പ് ഒടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കക്ഷി. ഓ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സുലൈമാനെ, നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക. കൗണ്ടറിൽ സഹദേവന്റെ അളിയൻ മിസ്റ്റർ പുഷ്കരാശനെ കാണുക. എന്നിട്ട് തോമസ് ആന്റണി സാർ SP പറഞ്ഞിട്ടാന്ന് പറയുക. അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി എടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ടിട്ട് വരും. നീ ചെല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇനി വേറെ വല്ലതും വേണോടാ? ഫോഗ് ലാമ്പോ, ടയറോ, ഓയിൽ ചേഞ്ചോ? എനിക്കൊരു ബാറുകാരന്റെ ബാറ്ററി വേണ്ട, കോപ്പം വേണ്ട. സർക്കാർ വണ്ടിയാ, സർക്കാർ പണിച്ചോളൂ. സർക്കാർ പിന്നെ പുഴിങ്ങ അങ്ങ് തരും. എടാ നരി, ദേ നോക്ക്. എടാ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനെ 3/4 വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടിൽ കിടന്ന് ഓടുന്നതേ വേണ്ടേ ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ. എന്തിന്? എന്റെ ഈ സ്കോഡ ഓയില്, ഡീസല്, ഫിൽട്ടർ ചേഞ്ച്. എടാ, എടുത്തിട്ട് 6 മാസമായി. ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസ് ആന്റണി. എല്ലാം സ്പോൺസേഡ് ആടാ. എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ നോത്തി കൂടെ ഒന്ന് ഏർപ്പാടാക്കി കൊടുത്തൂടെ? എന്തോന്ന് സ്പോൺസർഷിപ്പ്? പിന്നെ ഒരു കാര്യം, ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപോടാ വിളി വേണ്ട. ഇന്നത്തെ നിലയ്ക്ക് AC നരേന്ദ്രനേക്കാൾ ഒരു പടി മുകളിലാണ് തോമസ് ആന്റണി. SP. ആ മാനക്കേട് അടിയൻ അങ്ങ് സഹിച്ചു. അല്ല പിന്നെ എടാ നരി, അല്ല പിന്നെ ഇന്ന് ഓഫീസിൽ കയറണ്ട. നിന്നെ കണ്ടതല്ലേ, വാ കയറ്. നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം. നല്ല സ്മൂത്ത് റമ്മ് കിട്ടും. വേണ്ടെന്നേ, സാർ ഒരു റാങ്ക് മുകളിലല്ലേ, വിട്ടുവയ്ക്കോ. വാ കേറടാ. ഓസ് വേണ്ടെന്നേ. ഇല്ലടാ, നിന്റെ വീട്ടിലേക്കാ. നീ അവളെ വിളിച്ചു പറ നല്ല ചായ ഇട്ട് വെക്കാൻ. വാടാ കേറ്.